ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുക്കെണ്ണയാണ്. ഇതിനായി നമ്മൾ 2 നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. ഈ ചിരകിയിൽ നിന്ന് നമ്മൾ പാലെടുക്കുകയാണ് ചെയ്യുക. ഇത് മിക്സിയിൽ അരയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. മിക്സിയിൽ അരച്ചതിന് ശേഷം പാല് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. കുട്ടികളുടെ പുക്കിൾക്കൊടി വീണതിന് ശേഷം നമുക്ക് ഈ ഉരുക്കെണ്ണയാണ് നമ്മൾ അവരുടെ തലയിലും അതുപോലെ തന്നെ ദേഹത്ത് പുരട്ടാനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഈ ഉരുക്കെണ്ണ നമുക്ക് വാങ്ങാനും കിട്ടും. അതിനേക്കാൾ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കുട്ടികൾക്ക് തലയിൽ മുടി വളരാൻ ഈ എണ്ണ വളരെ ഉപകാരപ്രദമാണ്. ഈ എണ്ണ മുതിർന്നവർക്കും ഉപയോഗിക്കാം. പാലെടുത്തതിന് ശേഷം ഉള്ള ബാക്കി നാളികേരം ഉപയോഗിച്ച് നമുക്ക് സമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. നമുക്കത് വെറുതെ കളയേണ്ടി വരില്ല. പാല് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പാല് അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ച് അല്ലെങ്കിൽ ഉരുളിയിൽ ഒഴിച്ച് ഉരുക്കുകയാണ് ചെയ്യുക. നമ്മളിവിടെ ഇരുമ്പ് ചട്ടിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇരുമ്പ് ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഈ പാല് ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ പാല് നമ്മൾ നന്നായി ഇളക്കണം. പാലിൽ നിന്ന് എണ്ണ വേർതിരിച്ച് കാണുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എണ്ണ ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമ്മളുടെ ഉരുക്കെണ്ണ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇതിലെ ആ കക്കൻ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എണ്ണയെ വേർതിരിക്കാനാണ്. ഇതിനായി നമ്മൾ എണ്ണ തണുത്തതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ അരിച്ചെടുത്ത എണ്ണയെ നമുക്ക് കുപ്പികളിലാക്കി സൂക്ഷിച്ചു വെക്കാം. ഈ ഉരുക്കെണ്ണയുടെ മണം അതുപോലെ തന്നെ ഗുണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഈ ഉരുക്കെണ്ണ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.